ശ്രീ അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര, ഡൽഹിയിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സിനെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഡൽഹി കൂടി ഭാഗഭാക്കായ ഈ ആരവല്ലി റേഞ്ചിനെ കുറിച്ചുള്ള വലിയ ചർച്ച നടക്കുന്നത്. ഇതേ സർക്കാരിൻ്റെ പരിസ്ഥിതി മന്ത്രാലയം ഡൽഹി അടക്കമുള്ള ഇടങ്ങളെ സംരക്ഷിക്കുന്ന റിഡ്ജായിട്ടാണ് ആരവല്ലിയെ കാണുന്നതും. അപ്പോൾ അവിടെ കോംപ്രമൈസുകൾ ഏത് സാഹചര്യത്തിൽ വന്നാലും, എന്ത് കാര്യത്തിന് വേണ്ടി വന്നാലും, അത് ഡൽഹിയിൽ താമസിക്കുന്നവർക്ക്, ഉത്തരേന്ത്യയിൽ ആകെ താമസിക്കുന്നവർക്ക്, കോടിക്കണക്കിന് ജനങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു 25 കോടിക്ക് മുകളിൽ ജനങ്ങളെ ബാധിക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന കാര്യമാണ്. അവിടെ 90% ആരവല്ലി റേഞ്ച് മേഖലകളിലും ഖനനവും മറ്റ് ആക്ടിവിറ്റികളും നടന്നാൽ അത് നിശ്ചയമായും പ്രതിഫലനം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പോൾ സർക്കാർ ഇത്ര വലിയ റിസ്ക് എടുക്കുന്നത് എന്തിനായിരിക്കും? സർക്കാർ ഈ ഒരു തീരുമാനമെടുക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇത് ഒരു ഒറ്റയ്ക്കുള്ള തീരുമാനമല്ല, ഒരു ഐസൊലേറ്ററി ഡിസിഷനായിട്ട് നമ്മളിതിനെ കാണേണ്ടതില്ല. എത്രയോ കാലങ്ങളായിട്ട്, പ്രത്യേകിച്ച് മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം വളരെ എത്രയോ ഇരട്ടിയായിട്ട്, എത്രയോ മടങ്ങ് വർദ്ധിച്ച രീതിയിൽ ഈ എൻവയോൺമെൻറ്റൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പോളിസി, അതായത് പരിസ്ഥിതിയെ ചൂഷണം ചെയ്തുകൊണ്ട് പരമാവധി ലാഭമുണ്ടാക്കുന്ന ഒരു മുതലാളിത്തത്തിൻ്റെ അത്യാർത്തിയുടെ സ്റ്റേറ്റ് ഫെസിലിറ്റേറ്ററായിട്ടാണ് ഭരണകൂടം വർക്ക് ചെയ്യുന്നത്. അത് ലോകത്തെല്ലായിടത്തും ഇത്തരത്തിലുള്ള തീവ്ര വലതുപക്ഷ ഭരണകൂടങ്ങൾ ഇത്തരത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞ ഈ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ വാചകമടിയൊക്കെ പച്ചക്കള്ളമാണ് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് വേറെ കാര്യമൊന്നുമില്ല. കേരളത്തിൽ 4 BJP-കാർ അവിടെ ഇവിടെയും പോയിട്ടാണോ ഇവിടുത്തെ ഈ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഏതൊക്കെ ഉണ്ടായത്? അതൊക്കെ വിടാം. ഒരുപക്ഷെ എനിക്ക് പലരോടുമുള്ള ഒരു വിയോജിപ്പ് തന്നെ ഈ BJP-കാരെ ഇതിൻ്റെ ഇടയിൽ കയറ്റി നിർത്തുന്നതാണ് ഇതിൻ്റെ വിശ്വാസ്യത പോകുന്നതിനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് കൂടിയാണ്. അതോടെ നിൽക്കട്ടെ. ഈ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നോക്കിയാലറിയാം, ഇത് മുഴുവൻ ഈ ആരവല്ലി പ്രോജക്റ്റുകൾ പോലുള്ള സർക്കാരിൻ്റെ ഈ എൻവയോൺമെൻറ്റൽ ചൂഷണത്തിനുള്ള പരിപാടികൾ വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ഇത്തരത്തിലുള്ള ഒരു കോർപ്പറേറ്റ് കൊള്ളയുടെയും ഒരു സാമ്പത്തിക പരിപാടിയുടെയും ഭാഗം കൂടിയിട്ടാണ്. ഇപ്പോൾ നമുക്കിതിൽ കോടതിയുടെ നിലപാടുകൾ, കോടതി പറഞ്ഞാൽ അംഗീകരിച്ചുകൂടെ എന്ന് ചോദിക്കുന്നു. അങ്ങനെയല്ല. കോടതിയുടെ നിലപാടുകൾ എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത്? ഇപ്പോൾ 1972 സ്റ്റോക്ക്ഹോം കൺവെൻഷനൊക്കെ മുതൽ ഇങ്ങോട്ടാണ് പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതുണ്ടെന്നും ഇത്തരത്തിലുള്ള ഒരു ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോയാൽ ഈ ഭൂമി തന്നെ ജീവയോഗ്യമല്ലാത്ത, വാസയോഗ്യമല്ലാത്ത ഒരു മരുപ്പറമ്പായി മാറുമെന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ് ആ 1970-കൾ തൊട്ട് ഇങ്ങോട്ട് വാട്ടർ ആക്ട് മുതലും അതുപോലെ 80-ലെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്റ്റും ഒക്കെ ആയിട്ട് ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്തു വരുന്നത്. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഒപ്പം തന്നെയാണ് എൻവയോൺമെൻറ്റൽ ജൂറിസ്പ്രുഡൻസ് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തത്. അതിൽ എത്ലാം മുനിസിപ്പാലിറ്റി കേസൊക്കെ മുതൽ ഇങ്ങോട്ട്, ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച വെല്ലൂർ വെൽഫെയർ സൊസൈറ്റിയുടെ കേസ്, MC മേത്ത കേസ്, ഇതിലൊക്കെയാണ് പൊളിറ്റർ പേസ് എന്നുള്ള പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ പ്രിക്കോഷണറി പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ MC മേത്ത കേസിൽ ഇവിടെ പറഞ്ഞതിലെ പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രിൻ എന്നൊക്കെയുള്ള, അതായത് പ്രൊട്ടക്ട് ദ എൻവയോൺമെൻറ്റ് ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻ ഓൾസോ. ഇന്നത്തേക്ക് വേണ്ടിയല്ല, നാളത്തേക്കുള്ള തലമുറയ്ക്ക് വേണ്ടിയും ഈ ഭൂമിയെയും പ്രകൃതിയെയും സംരക്ഷിക്കുന്ന ചുമതല നമുക്കുണ്ട് എന്നുള്ള ഒരു ജൂറിസ്പ്രുഡൻഷ്യൽ ഫിലോസഫി കൂടിയാണ് ഇന്ത്യയിലെ കോടതികൾ. അതാണ് ഗോദോർമൻ ജഡ്ജ്മെന്റിലെ 96 വളരെ കൃത്യമായിട്ട് വരികയും അതിനെ തുടർന്ന് കെറ്റൻ ഓഫ് ജഡ്ജ്മെന്റ്സ് അതിന്റെ പിന്നാലെ വരികയും ഉണ്ടായത്. പക്ഷെ അതിനെ മറികടക്കുന്ന രീതിയിൽ, അതിനെ അട്ടിമറിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു കൗണ്ടർ ജൂറിസ്പ്രുഡൻഷ്യൽ ഫിലോസഫി ഈ കോർപ്പറേറ്റ് മുതലാളിത്തത്തിനും സ്റ്റേറ്റിനും വേണ്ടി ഇവിടെ രൂപപ്പെടുന്നു എന്നുള്ള വലിയൊരു അപകടം കൂടിയാണ് നമുക്കിപ്പോൾ മുന്നിലുള്ളത്. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഈ കേസുകളിലൊക്കെ സുപ്രീം കോടതിയൊക്കെ പറഞ്ഞ പോലെ, ഇപ്പോൾ ആരവല്ലി കേസിലൊക്കെ നമുക്ക് യാതൊരു തരത്തിലുള്ള ശാസ്ത്രീയമായ പഠനവും ഇതിൻ്റെ പിന്നിലില്ല. ഈ 100 മീറ്റർ ആക്കുന്നതിൻ്റെ പിന്നിലൊന്നും ഒരു ശാസ്ത്രീയ പഠനവുമില്ല. ഇത് കോടതി മുന്നേ കൂട്ടി കണ്ടിട്ട് ആ വെല്ലൂർ കേസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആബ്സെൻസ് ഓഫ് സയന്റിഫിക് സെർട്ടനിറ്റി ഷുഡ് നോട്ട് ബി യൂസ്ഡ് ആസ് എ ജസ്റ്റിഫിക്കേഷൻ ഫോർ ഇനാക്ഷൻ എന്നുള്ളത്. ശാസ്ത്രീയമായ എന്തെങ്കിലും പഠനം ലഭ്യമല്ല എന്നുള്ളതിൻ്റെ പേരിൽ അത് നടപടികൾ എടുക്കുന്നതിനോ പാരിസ്ഥിതിക ചൂഷണം തടയുന്നതിനുള്ള നടപടികൾ എടുക്കാതിരിക്കുന്നതിനുള്ളൊരു ന്യായമായി കാണരുത് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള പബ്ലിക് ട്രസ്റ്റ് ഡോക്ടറിൻ്റെയൊക്കെ അടിസ്ഥാന തത്വങ്ങളെ കൂടിയാണ് ഇവിടെ ലംഘിക്കപ്പെടുന്നത്. ഇപ്പോൾ ഒരു കാര്യം കൂടി പറയാം, എങ്ങനെയാണ് ഇത് വളരെ വിദഗ്ധമായി വയലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഈ ഗോദോർമൻ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡീംഡ് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ഈ ഡീംഡ് ഫോറസ്റ്റ്, അതായത് നിങ്ങളിപ്പോൾ സാങ്ച്വറി, നാഷണൽ പാർക്ക്, റിസർവ് എന്നൊക്കെ പറയുന്ന ഫോറസ്റ്റായിട്ട് നിയമത്താൽ അംഗീകരിക്കപ്പെട്ട സ്ഥലങ്ങൾ മാത്രമല്ല, വനം എന്ന് നിർവചിക്കാവുന്ന വനത്തിൻ്റെ ആരോഗ്യകരമായ സ്വഭാവവിശേഷങ്ങളുള്ള ഏത് ഭൂപ്രദേശത്തെയും നിങ്ങൾ വനമായി കണക്കാക്കണം എന്നുള്ളൊരു പ്രിൻസിപ്പിളാണ് അത് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഈ
അമെൻമെന്റിലൂടെ 2023 അമെൻമെന്റിലൂടെ ഇവരെന്താ ചെയ്ത് ആ കൺസെപ്റ്റ് മാറ്റി. ഇപ്പോൾ ഇന്ത്യയിലെ ദുർബലമായ വനപ്രദേശങ്ങളുടെ നിന്ന് തന്നെ 28% വരുന്ന വനപ്രദേശത്തെ ഈ അമെൻമെന്റിൽ ഒറ്റയടിക്ക് അത് വനമല്ലാതാക്കി മാറ്റുകയാണ് ചെയ്തത്. അത്തരത്തിൽ വളരെ കൃത്യമായിട്ട് ഇതെന്തിനാ ചെയ്യുന്നത്? ഖനന മാഫിയകൾക്ക്, ഖനന കുത്തകകൾക്ക്, കോർപ്പറേറ്റുകൾക്ക്, ജിൻഡാലിനെയും ടാറ്റയെയും ഒക്കെ പോലുള്ള അംബാനിയെയും അദാനിയെയും പോലുള്ളവർക്ക് ഇതൊക്കെ തീരെഴുതി കൊടുക്കുന്നതിനാണ്. ഇത് സാധാരണ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയല്ല നടക്കുന്നത്. ഹരിയാനയിലും രാജസ്ഥാനിലെയും ഡൽഹിയിലെയും ഗുജറാത്തിലെയും ഒക്കെ ആരവല്ലി മലനിരകൾക്ക് താഴെ താമസിക്കുന്ന, അതിൻ്റെ ഓരത്ത് താമസിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയോ മറ്റാർക്ക് വേണ്ടിയോ അല്ലാതെ നടക്കുന്നത്. ഇവിടെ പറഞ്ഞു അദാനിയെ കൊണ്ടുവന്ന് അംബാനിയെ കൊണ്ടുവന്നൊക്കെ. അദാനിയും അംബാനിയെയും ഒക്കെയാണ് കൊണ്ടുവരുന്നത്. കാരണം ആരാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ? ബെനിഫിഷ്യറീസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ലെജിസ്ലേഷൻ ആർ ദ കോർപ്പറേറ്റ്സ് ആണ്. ഈ എൻവയോൺമെന്റൽ ചൂഷണത്തിനെ, പാരിസ്ഥിതിക ചൂഷണത്തിന്റെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരല്ല. അതിന്റെ ഗുണഭോക്താവ് ആരാ? ഇത്തരത്തിലുള്ള കോർപ്പറേറ്റുകൾക്കാണ്. അവർക്ക് വേണ്ടിയാണ് മോദി ഭരിക്കുന്നത്. ഇത്തരത്തിലുള്ള നിയമങ്ങളുടെയും ഇത്തരത്തിലുള്ള ഇളവുകളുടെയും ഫലമായിട്ടാണ് 2014 മോദി അധികാരത്തിൽ വരുമ്പോൾ ഏതാണ്ട് 44,000 കോടി ആസ്തി ഉണ്ടായിരുന്ന അദാനി 10 കൊല്ലം മോദി ഭരിക്കുമ്പോൾ 8.25-9 ലക്ഷം കോടി ആസ്തിയുള്ള ലോകത്തെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായിട്ട് മാറുന്നത്. കോർപ്പറേറ്റുകളുടെ ഫെസിലിറ്റേറ്ററാണ്, സായുധ സേനയാണ് മോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം. അതിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക ചൂഷണ നയങ്ങൾ അവർ നടപ്പിലാക്കുന്നത്.